ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മൾ നടത്തിയ പോപ്പപ്പ് സ്റ്റോറിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു, ഡേറ്റ് ഒക്കെ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവർ വന്നു, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഇപ്പോഴും ആളുകൾ വീട്ടിലോട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു. കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് നമ്മൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പറഞ്ഞിരുന്നതൊക്കെ നമ്മൾ മാറ്റി വെച്ചു. കാരണം നമുക്ക് വീട് തന്നെ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറേ പരിമിതികളുണ്ട്. സാധനങ്ങൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വെച്ചിരിക്കുന്നതും അല്ലെങ്കിൽ വീട്ടിലെ വേറെ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളുള്ളത് കൊണ്ട് ആളുകൾ പിന്നീട് വരുന്നതും ഒക്കെ നമുക്ക് ഒരു അസൗകര്യമാകുന്നു വീടായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാലാവസ്ഥ അനുകൂലമല്ല, മഴയായതുകൊണ്ട് ആളുകൾക്ക് വരാനൊക്കെ സാധിക്കാത്തത് കാരണം നമ്മൾ സൺഡേയും തിങ്കളാഴ്ചയും വിചാരിച്ചത് നമുക്ക് നടത്താൻ സാധിച്ചില്ല. ഈ സ്റ്റോർ നടത്തുന്നത് എൻ്റെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരുന്നു. നിങ്ങളത് കാണുമ്പോൾ വളരെ ഒരു ചെറിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും അത് ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ ഒരു സഫലീകരണമായിരുന്നു ആ സ്റ്റോർ എന്ന് പറയുന്നത്. ഇത് ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത് ഏപ്രിൽ മാസം ഒരു പകുതിയോടുകൂടി കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് നടത്തണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഇതിന് ഒരുപാട് മനസ്സിനകത്ത് ഒരുപാട് എങ്ങനെയായിരിക്കണം, ഇതിന് വേണ്ടിയിട്ടാണെന്നൊക്കെയുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. പ്രധാനമായും കുഞ്ഞുങ്ങളെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ റൺ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് അവരിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്. രണ്ടാമത് നമുക്ക് ഇപ്പം തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം എക്സിബിഷൻസും സെയിൽസും ഒക്കെ വളരെ സാധാരണമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു വില്ലേജ് ഏരിയയിലാണ് നമ്മുടെ വീട്. അവിടെ അങ്ങനെ ഒരാളുകൾക്ക് എക്സിബിഷൻസും സെയിൽസും ഒക്കെ വളരെ കുറവാണ്. ആളുകൾക്ക് സാധനങ്ങൾ ഇങ്ങനെ ഇതുപോലത്തെ സാധനങ്ങൾ വന്ന് കാണാനും പർച്ചേസ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു സ്പേസ് ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയത്. പക്ഷേ സമീപത്തുള്ള ആളുകളെക്കാൾ കൂടുതൽ കുറച്ച് ദൂരെയുള്ള ആളുകളാണ് കൂടുതലും വന്നത്. എന്നാലും വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു അത്. അപ്പം നമ്മൾ തുടർന്നുള്ള സമയങ്ങളിലും നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ആളുകൾക്ക് വന്ന് കാണാനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുമുള്ള സൗകര്യം ഇങ്ങനെ ഒരുക്കാനൊരു നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അത് ഇനി നമ്മൾ അതിൻ്റെ ഡേറ്റ് ഒക്കെ നേരത്തെ അനൗൺസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂച്ചറിലും ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത് അതൊക്കെ എനിക്ക് ഈ സ്റ്റോറിൻ്റെ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ തന്നെ നടത്താൻ സാധിച്ചു. പിന്നെ കുറേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ ബട്ടർപ്ലസിൻ്റെ പ്രൊഡക്റ്റുകൾ, കേക്കുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ അന്വേഷിച്ച് വന്നവർക്ക് നമ്മൾ അങ്ങനെ സാധനങ്ങൾ കൊടുക്കാൻ സാധിച്ചില്ല. നമ്മൾ ശരിക്കും സൺഡേയും അല്ലെങ്കിൽ മൺഡേയും അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കുറേ മിനി കേക്ക്സും പലതരത്തിലുള്ള കുക്കീസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചുവെങ്കിലും നമ്മൾ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ടും പെട്ടെന്ന് അതിഭയങ്കരമായ മഴയും അതിനോട് 2 ദിവസം ഇലക്ട്രിസിറ്റി പോവുകയും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നത് കാരണം അത് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിത് ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചേച്ചി വന്ന് താഴെ കമൻറ്റ് ചെയ്തു, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും പലർക്കും ചെയ്യാൻ കഴിവുണ്ട്. അപ്പോൾ ആ ചെയ്യാൻ കഴിവുള്ള ആളുകൾക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കണ്ടറിയാൻ, അത് കൂടുതൽ ആളുകളിൽ എത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേറെ ആരും നമുക്ക് പ്രത്യേകിച്ച് സഹായമൊന്നും ചെയ്യത്തില്ല. ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത്. ഇപ്പം തന്നെയാണെങ്കിലും കേക്ക് വരുന്നുണ്ട്, ജ്വല്ലറീസ് വരുന്നുണ്ട്, ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇപ്പം സാരീസ് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരുപാട് എഫേർട്ട് ഇതിനകത്ത് ഇടുന്നുണ്ട്, എൻ്റെ ഒരുപാട് അധ്വാനം ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. എന്നെപ്പോലെ തന്നെ ഇങ്ങനെ പുതിയ സംരംഭങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വീട്ടിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ കൊണ്ട് നടക്കുന്ന എല്ലാ സ്ത്രീകളും അതുപോലെ തന്നെ ഒരുപാട് അധ്വാനം അവർ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അത് സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് സമയവും അധ്വാനവും ഒക്കെ അവരുടെ ചിലവഴിക്കാറുണ്ട്. പലപ്പോഴും പലർക്കും അവരുണ്ടാക്കുന്ന സാധനങ്ങൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിയായ പ്ലാറ്റ്ഫോമുകൾ ലഭിക്കാത്തത് കൊണ്ടും അത് ശരിക്കും എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടും പലപ്പോഴും അവരുടെ പ്രൊഡക്റ്റുകളൊന്നും, അവർ ചെയ്യുന്ന കഴിവുകളും അവരുടെ ഇതിനെപ്പറ്റിയൊന്നും പല ആളുകളും അറിയാതെ പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആളുകൾക്ക്
ഒരുപാട് പരിമിതികളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ വീട്ടുമുറ്റം തന്നെ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പേ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അനൗൺസ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് ആളുകളെയൊക്കെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ഞാനിപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഒരു ആളുകൾക്ക് ഡയറക്റ്റായിട്ട് ഇൻവിറ്റേഷൻ അയക്കുക. ഞാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ ഇൻവിറ്റേഷൻ അങ്ങനെ പേഴ്സണലി അയച്ചത് വരാൻ വേണ്ടിയിട്ട്. ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അയച്ചിട്ടുള്ളായിരുന്നു. അപ്പം നമ്മൾ ഇൻവിറ്റേഷൻ അയക്കുകയും ആളുകളെ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്യുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവിടെ ആ ലൊക്കാലിറ്റിയിലുള്ള ഗ്രൂപ്പുകളിലും വാർഡിലൊക്കെയുള്ള ഗ്രൂപ്പുകളിലും ഒക്കെ കൂടുതൽ ഇൻഫോം ചെയ്ത് അതിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുക. ചിലപ്പോൾ നമ്മൾ ആദ്യ സമയം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളൊന്നും വന്നില്ല എന്ന് തന്നെ കൂട്ടിക്കോ. അപ്പം നമ്മൾ വേറൊരിടത്തൊരു എക്സിബിഷൻ പ്ലേസിൽ വേറൊരു സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പ്ലേസിനുള്ള റെൻറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷനും കൊണ്ട് നടക്കാനുള്ള എക്സ്പെൻസസ് ഒക്കെ ഒരുപാടാവും. എക്സിബിഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെയ്യുന്നത് മോശമാണെന്നല്ല പറയുന്നത്. നമ്മുടെ ബ്രാൻഡിൻ്റെ എക്സിബിഷൻസ് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു രീതിയാണെന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ ആളുകൾ വന്നില്ല എന്ന് കൂട്ടിക്കാം. നമുക്കപ്പോൾ ഒരു സൊസൈറ്റിയുടെ നമ്മുടെ ആ ഒരു സമീപത്തുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അറിഞ്ഞും കേട്ടും ഒക്കെ എത്തും. അപ്പം ഇത് വിജയമായെന്ന് ഉറപ്പിച്ചതിന് ശേഷം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന വേറെ കുറേ ആളുകളും കാണും. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് റെസ്പോൺസ്, ആളുകൾ ഇതിനകത്ത് പോകുന്നുണ്ടോ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടോ, വാങ്ങിച്ച പ്രൊഡക്റ്റ് കൊള്ളാമായിരുന്നോ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം വരാൻ കാത്തിരിക്കുന്ന കുറേ പേര് കാണും. അപ്പോൾ അവർ രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഒക്കെ അങ്ങനെ വന്നു തുടങ്ങും. അപ്പം ഗ്രാജുവലി ഇത് നമ്മൾക്ക് നല്ലതായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോറായിട്ട് തന്നെ ആ ലൊക്കേഷനിൽ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ സർവീസസ് എന്താണെങ്കിലും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു മാർഗം കൂടിയാണിത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും അങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ. നമ്മളിപ്പോൾ ഒരു പുതുതായിട്ടൊരു സ്റ്റോർ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു സംരംഭം തുടങ്ങുമ്പോഴോ അത് ആളുകളിൽ എങ്ങനെയാണ് പ്രതികരണം അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ ചെറിയ ടെമ്പററി ആയിട്ടുള്ള സ്റ്റോറുകൾ സെറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ആളുകൾ എങ്ങനെയാണ് റെസ്പോൺസ്, അത് വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം ആളുകളുടെ ഫീഡ്ബാക്സ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മുൻപോട്ട് അവർക്ക് കൂടുതൽ കരുതലോടുകൂടി അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ വേണ്ടതെന്നൊക്കെ കരുതി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം ഞാനും ഇനി അടുത്ത സമയത്ത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഇതിൽ തന്നെ ഞാൻ റെസിൻ്റെ വർക്ക് ചെയ്തത്, അതുപോലെ തന്നെ മിനി കേക്ക്സ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളിതെല്ലാം പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രം തന്നെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിൽ കുറച്ച് പരിമിതികളുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ റെസിൻ്റെ തന്നെ ആണെങ്കിലും ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ കീ ചെയിൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഓർണമെൻറ്റ്സോ ഒന്നും എനിക്ക് ചെയ്ത് നമ്മൾ സെല്ലിങ്ങിന് ഇതുപോലെ വെക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പ്രൊഡക്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു മെത്തേഡാണ്. ഇത് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയോ പേജുകളിലൂടെയോ ഗ്രൂപ്പുകളിലൂടെയോ ഒക്കെ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അവിടെയുള്ള ലൊക്കാലിറ്റിയിലുള്ള മുഴുവൻ മനുഷ്യർ വരുമെന്നൊന്നും പ്രതീക്ഷ ചെയ്യരുത്. അറിഞ്ഞും കേട്ടും പിന്നീട് പല ആളുകൾ ഇതിലേക്ക് എത്തിച്ചേരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അല്ല വീഡിയോസും ഇതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ എൻ്റെ സുഹൃത്ത് വലയത്തിലുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയുടെയും നമ്മുടെ കൂടെയുള്ള ആളുകളുടെയും ഒക്കെ 100% സപ്പോർട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഒരു സപ്പോർട്ടിങ് സിസ്റ്റം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അച്ചായനാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും 100% ഇതിന് എന്നോടൊപ്പം എൻ്റെ മാതാപിതാക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഒക്കെ 100% എൻ്റെ കൂടെ ഇതിനു വേണ്ടിയിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചത്. അമ്മയാണെങ്കിലും വന്ന് കുറേ ദിവസം ഇതിന് വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും കൂടെ നിന്നു. അതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ നമ്മുടെ ഫാമിലി ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇത് നല്ലൊരു മാർഗ്ഗമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ അറിയാൻ കാത്തിരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു.